അസ്സലാമലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയംകാരുടെ സ്പെഷ്യൽ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പം അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, ഇവിടെ ഞങ്ങൾക്ക് വെള്ളച്ചുവർ കിട്ടിയിരിക്കുകയാണ്. മമ്മി നന്നാക്കുവാണ്. ഒരു വെറൈറ്റി ചൂരക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയംകാരുടെ ഒരു വെറൈറ്റി മോഡല് മീൻകറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ റിമിച്ചേച്ചി കാണിച്ചൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്തത്. ഞാനും കോട്ടയമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർ ഇത് നോക്കി അതുപോലെ ക്ലീൻ ചെയ്യുക. വെള്ളച്ചൂര നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ, പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതുണ്ടാക്കുന്നത് മമ്മിയാണ്. ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, ഇത്രേ ഉള്ളൂ. എനിക്ക് മീൻ കറികൾ കൂടുതലും മമ്മി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ താല്പര്യം. ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതെല്ലാം ഇട്ട് ചൂടാക്കും. എന്നിട്ട് എന്താ ചെയ്യണം? ഇത് തിളച്ചിട്ടാണോ, അല്ല ഇത് ചൂടായിട്ടാണോ വെള്ളം ഒഴിക്കുന്നത്? കുറച്ചിട്ട് ചൂടാക്കണം അല്ലേ? കുറച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കി കിട്ടാൻ ഇച്ചിരി ഉപ്പ് ഇടണം. പെട്ടെന്ന് മൂത്ത് കിട്ടും. പിന്നെ ചൂടായി കഴിയുമ്പോൾ വെള്ളം ഒഴിക്കണം. പുളി 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 ഇതിനകത്ത് കിടന്ന് പിടിക്കുമല്ലേ? കഷ്ണങ്ങളാക്കി ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം അത് മൂടി വെക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം മീൻ ക്ലീൻ ചെയ്ത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കും അതുണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇത് വഴറ്റിയിട്ട് ഇത് ഗ്രേവി ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോൾ മീനും ഇടും. അത് കാണിക്കാം കേട്ടോ. ഇവിടെ എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു. ചട്ടി വെച്ചിട്ട് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കണം. അപ്പം അതിലേക്ക് ഉലുവ ഇടുക. അപ്പോൾ നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ഗ്രേവി എന്ന് പറഞ്ഞാൽ വേപ്പില, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കാണിച്ചത്. ഓക്കെ കിട്ടോ. ഉപ്പല്ലേ, പെട്ടെന്ന് വാടാൻ വേണ്ടി ഉപ്പ്. അതിന് പുതുതായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഉള്ളി വാടാൻ വേണ്ടി ഉപ്പിടും എന്നുള്ളത് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. നമ്മളതിട്ട് ഇളക്കുക. ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ ഗ്രേവി ഒഴിക്കണം. ഓക്കെ അപ്പം ഗ്രേവി ഒഴിക്കണം കേട്ടോ. അതൊന്ന് വാടി വരുമ്പോൾ
ഉണ്ടാക്കി വെച്ച ഗ്രേവി. അപ്പോൾ ഇതാ ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രേവി ഒഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കണം അല്ലേ. അപ്പം ആ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചു. ഇനി എന്താ ഉപ്പിടുക? ഉപ്പുണ്ടാകുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കുക, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. ചൂരയാണല്ലോ നമ്മൾ വെക്കുന്നത്. മീനിടാമോ? ഇട്ട് കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കറി കേട്ടോ. വെള്ളച്ചൂരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ മേളിൽ വെളിച്ചെണ്ണ ഒഴിക്കുമോ? ഇല്ലേ, വെളിച്ചെണ്ണ പറ്റിക്കുമല്ലേ. ഇനി അതിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക ഒന്നും കൂടെ. ഇത് മൂടി വെക്കുക. കിടക്കണം മീൻ. മീൻ ഇങ്ങനെ ഇതാ കണ്ട ഇതുപോലെ മുങ്ങിക്കിടക്കണം. ഇത് പറ്റില്ല, കഴിഞ്ഞു. ഇത് മൂടി വെക്കുക. മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സൂപ്പറാണ് കേട്ടോ. ഇതിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ബൈ. ഇത്രയും നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. കാണുന്ന ആരും ലൈക്ക് ചെയ്തില്ല. കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.